ബിഗ് ബോസ് മലയാളം അതിൻ്റെ 3-ാം ആഴ്ചയിലേക്ക് കടന്ന സാഹചര്യത്തിൽ 15 പേരാണ് ഇപ്പോൾ ഹൗസിനുള്ളിലുള്ളത്. കഴിഞ്ഞ ദിവസം ഫിസിക്കൽ അസാൾട്ട് ചെയ്തതിൻ്റെ പേരിലാണ് റോക്കി ഹൗസിൽ നിന്നും പുറത്തായത്. ഷിജോയെയാണ് റോക്കി ഇടിച്ചത്. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഹൗസിലുള്ള 15 മത്സരാർത്ഥികളിൽ ഏറ്റവും ശക്തയായ ഗെയിമറാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ. ആദ്യത്തെ 3 ദിവസം ബിഗ് ബോസ് പ്രേക്ഷകരിൽ 90% ആളുകളുടെയും ഫേവറേറ്റ് ആയിരുന്നു ജാസ്മിനെങ്കിൽ ഗബ്രിയുമായുള്ള ലവ് ട്രാക്ക് ആരംഭിച്ച ശേഷം ജാസ്മിനാണ് ഏറ്റവും കൂടുതൽ ഹേറ്റ് ലഭിക്കുന്നത്. ഗബ്രി ജാസ്മിൻ കോംബോ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിലുള്ളതാണെന്നാണ് പ്രേക്ഷകരുടെ പക്ഷം. മാത്രമല്ല, ഗബ്രിയുടെയും ജാസ്മിൻ്റെയും കാര്യം വരുമ്പോൾ മാത്രമാണ് ജാസ്മിന് നിലപാടുള്ളതെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട്. കഴിഞ്ഞ ദിവസം ഉപ്പയുടെ കോൾ വന്ന ശേഷം ജാസ്മിൻ ഗബ്രിയിൽ നിന്നും ചെറിയ രീതിയിൽ അകലം പാലിച്ചിട്ടുണ്ട്. അസുഖ വിവരം അറിയിക്കാൻ വിളിച്ചതാണെന്ന് പറഞ്ഞ് മകൾക്ക് പുറത്തെ ഹേറ്റിനെക്കുറിച്ച് ഉപ്പ ക്ലൂ നൽകി എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. കാരണം ഉപ്പയുടെ കോൾ വന്ന ശേഷം ജാസ്മിൻ ഗബ്രിയോടുള്ള പെരുമാറ്റത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതേസമയം 3-ാം ആഴ്ചയിലെ എവിക്ഷൻ പട്ടികയിൽ ജാസ്മിനും ഗബ്രിയുമുണ്ട്. ആദ്യമായാണ് ഇരുവരും നോമിനേഷൻ പട്ടികയിൽ വരുന്നത്. ഇപ്പോഴിതാ പ്രേക്ഷകരോടും തൻ്റെ വീട്ടുകാരോടുമായി ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഗബ്രിയുമായി സംസാരിച്ചിരിക്കവെയാണ് ക്യാമറ നോക്കി പ്രേക്ഷകരോട് തൻ്റെ ഭാഗം ജാസ്മിൻ വിവരിച്ചത്. ഒപ്പം തന്നെ സപ്പോർട്ട് ചെയ്ത് വീട്ടിൽ നിലനിർത്തണമെന്നും ജാസ്മിൻ പറഞ്ഞു. ജാസ്മിൻ്റെ വാക്കുകളിലേക്ക്, എനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. പ്രേക്ഷകരോടും എനിക്ക് പറയാനുണ്ട്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഞാൻ ന്യായമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലോ ജെനുവിനാണെന്ന് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിലോ നിങ്ങൾ എന്തൊക്കെ കണ്ടിട്ടില്ല എന്നൊന്നും എനിക്കറിയില്ല. വിശ്വാസമുണ്ടെങ്കിൽ, എന്നെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ഒരു ചാൻസ് എനിക്ക് തരണം. വിശ്വാസമുണ്ടെങ്കിലും ഞാൻ ചെയ്തത് ന്യായമാണെന്ന് തോന്നുന്നവർ ഉണ്ടെങ്കിൽ എന്നെ ഇവിടെ പിടിച്ചു നിർത്തണം. അല്ലെങ്കിൽ ഞാൻ പുറത്തു വരാൻ തയ്യാറാണ്. പിന്നെ എൻ്റെ വീട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളോട് ഞാൻ എന്തു പറയാനാണ്? ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. സമാധാനപ്പെട്ടിരിക്കുക. ഞാൻ വരും. ഞാനേ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ ഉണ്ടാകും എല്ലാ കാലത്തും എന്നാണ് ജാസ്മിൻ പറഞ്ഞത്. ശേഷം ഗബ്രിയോട് തൻ്റെ ചില സംശയങ്ങളും ജാസ്മിൻ പങ്കിട്ടു. ഞാൻ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും തന്നെ വോയിസ് റേസ് ആക്കുന്നതാണോ പ്രശ്നമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പിടിച്ചു നിർത്താൻ എനിക്കറിയില്ല. സ്വീറ്റായി സംസാരിക്കാൻ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ കാണുന്ന കേൾക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഞാൻ ഒച്ചയെടുക്കുന്നത് എന്ന് ജാസ്മിൻ പറഞ്ഞപ്പോൾ, ഒച്ചയെടുക്കേണ്ടപ്പോൾ എടുക്കണമെന്നാണ് ഗബ്രി പറഞ്ഞത്. പിറകിൽ നിന്നും കുത്തൽ, കള്ളത്തരം, വികാര വിക്ഷോഭം, മനുഷ്യത്വമില്ലായ്മ, വ്യക്തിത്വമില്ലായ്മ, നിലപാടില്ലായ്മ, കുത്തിത്തിരിപ്പ്, സുഖജീവിതം, പക്ഷപാതം, കളിപ്പാവയായി മാറൽ, കപട സദാചാരം എന്നീ വ്യത്യസ്ത കാരണങ്ങളാലാണ് ഇത്തവണ മത്സരാർത്ഥികൾ പരസ്പരം നോമിനേറ്റ് ചെയ്തത്. നോറ 2 വോട്ട്, അൻസിബ 2 വോട്ട്, ശ്രീരേഖ 2 വോട്ട്, ജാൻമണി 3 വോട്ട്, യമുന 3 വോട്ട്, ജാസ്മിൻ 7 വോട്ട്, ഗബ്രി 10 വോട്ട് എന്നിങ്ങനെയാണ് വോട്ട് ലഭിച്ച ക്രമം. കൂടാതെ പവർ ടീമിൻ്റെ പ്രത്യേക അധികാരത്തിലൂടെ അർജുൻ നേരിട്ട് എലിമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്.